വിശുദ്ധ ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈ നോമ്പ് കാലത്തിന്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും കത്തോലിക്ക സഭയില് ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും ഒരു ക്ഷാമവുമില്ല. കഴിഞ്ഞ ദിവസം പിതാവ് തന്നെ പറയുന്നത് കേട്ടു. ഇന്നത്തെ കാലഘട്ടത്തില് സഭയ്ക്ക് നാണക്കേടുണ്ടാക്കിയത് വിശ്വാസികളല്ല, മറിച്ച് ഞങ്ങൾ അച്ഛന്മാരും സമർപ്പിതരും തന്നെയാണെന്ന്. ഏറ്റവും പരിപാവനമായ കൂദാശയായ വിശുദ്ധ കുർബാനയെ പോലും മലീമസമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങള് സമർപ്പിതരും പുരോഹിതരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തനിക്കെതിരെ ഒന്ന് പറഞ്ഞാല് തിരിച്ചു 9 പറയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് സമർപ്പിതർ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചച്ഛൻ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അധികാരികൾ പറയുന്നതെല്ലാം അനുസരിച്ച് അതിൽ തിന്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും നോക്കാതെ അനുസരിക്കുന്ന ഒരു ആട്ടിൻകൂട്ടമല്ല ഇന്നുള്ളത്. തിന്മയെ വേർതിരിച്ച് നന്മയ്ക്ക് വേണ്ടി പൊരുതുന്നവരെയാണ് എന്നൊക്കെ. കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ഒന്നുകില് തിരുത്താൻ തയ്യാറാകണം, അല്ലെങ്കിൽ തിരിയാൻ തയ്യാറാകണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കേരള കത്തോലിക്ക സഭ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് വിശുദ്ധ ഗ്രന്ഥത്തില് ഒരു വാക്യം നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. എന്നാൽ അവൻ ഒരാരോപണത്തിന് പോലും മറുപടി പറഞ്ഞില്ല. ഈശോയുടെ മേലെ ഓരോരോ കുറ്റങ്ങൾ ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരുന്നപ്പോഴും കള്ളസാക്ഷികൾ വന്ന് സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോഴുമെല്ലാം ഈശോ നിശബ്ദനായിരുന്നു. അവനറിയാം എന്തെല്ലാം പറയാമായിരുന്നു. അവൻ സത്യമല്ലേ, അവൻ തന്നെയല്ലേ സത്യം, വചനം മാംസമായി ജീവിച്ചവൻ, സത്യം ഭൂമിയിൽ എഴുന്നള്ളി വന്നവൻ, സത്യത്തിന് വേണ്ടി മാത്രം ജീവിച്ചവൻ. എന്നിട്ടും എല്ലാ സത്യവും ഉള്ളിലറിഞ്ഞിട്ടും അവനൊരു വാക്ക് പോലും പറഞ്ഞില്ല, ഒരാരോപണത്തിനും മറുപടി പറഞ്ഞില്ല. നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മളെ ഒരാൾ തെറ്റുകാരിയാക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ നിശിതമായി വിമർശിക്കുമ്പോൾ നമുക്ക് എത്ര നാവാണ് നമ്മളെ ന്യായീകരിക്കാൻ, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള വ്യക്തികളെ ന്യായീകരിക്കാൻ. നമ്മളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരിക്കത്തില്ല. ഒരു സിനിമാക്കാരനോ രാഷ്ട്രീയക്കാരനോ ഒരു സമർപ്പിതനോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആരുമല്ലാത്ത ഒരാളായിരിക്കാം. എന്നാലും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തരത്തില് ഒരു ഇഷ്ടമോ സ്നേഹമോ ആ വ്യക്തിയോടോ പ്രസ്ഥാനത്തോടോ സംഭവത്തോടോ സാഹചര്യത്തോടോ തോന്നിയാൽ നമ്മളങ്ങ് ന്യായീകരിച്ചങ്ങ് നന്നായി ന്യായീകരിക്കും. ഒരു മലയാള പദം തന്നെ പുതിയതായിട്ടുണ്ടായിട്ടുണ്ട്, ന്യായീകരണ തൊഴിലാളികൾ എന്ന്. എന്നാൽ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ ഒരു കാര്യം പോലും പറഞ്ഞില്ല. ഒരാരോപണത്തിന് പോലും അവൻ മറുപടി പറഞ്ഞില്ല. അവന്റെ നിശബ്ദത തന്നെയായിരുന്നു ഏറ്റവും വലിയ മറുപടി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വയം ന്യായീകരിക്കാൻ വെമ്പുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നിശബ്ദതയുടെ സുവിശേഷം എന്തെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. എന്നാലും ഈ നോമ്പ് കാലത്ത് വലിയ വലിയ സാഹസങ്ങൾ കാണിക്കുന്നതിനേക്കാൾ, മത്സ്യമാംസാദികള് ഉപേക്ഷിച്ച് സ്വയം ത്യാഗം ചെയ്യുന്നതിനേക്കാൾ നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ നിശബ്ദമായിട്ടൊന്ന് സഹിക്കാൻ കഴിഞ്ഞാൽ, തിന്മയില്ലാതെ തിന്മ നമ്മളിൽ ആരോപിക്കുമ്പോൾ സടകുടിഞ്ഞെഴുന്നേൽക്കുന്ന സിംഹത്തെ പോലെ ആക്രമിക്കാൻ ഒരുമ്പെടാതെ, ഒരാരോപണങ്ങൾക്കും മറുപടി പറയാതെ നിശബ്ദമായ ഒരല്പസമയം ഇരിക്കാൻ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അതായിരിക്കട്ടെ ഈ നോമ്പ് കാലത്തിൽ ഇന്നത്തെ ദിവസത്തിന്റെ സവിശേഷത.